ഹലോ ഹലോ നമസ്കാരം. ഇന്ത്യൻ പിക്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നാലാമത്തെ വീഡിയോ ആണ്. ബാക്കി റെക്കോർഡിംഗ് ഓണല്ലായിരുന്നു. ഇത് നാലാമത്തെ വീഡിയോ ആണ്. പറഞ്ഞ അവനെ നമുക്ക് സൂം ചെയ്ത് വെക്കാം. വേറൊന്നും കൊണ്ടല്ല, എന്നെ സൂം ചെയ്യണ്ട, അവനെ തന്നെ സൂം ചെയ്യാം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കഥ അവനെ പറ്റിയാണ്. ഒരു ചെറുപ്പക്കാരൻ ദുബായ് എന്ന് പറയുന്ന മണ്ണിലേക്ക് ജോലി തേടി വരുന്നു. അനേകം ആയിരം ആളുകൾ ഇവിടെ ഒരു ജോലി ഇല്ലാതെ കഷ്ടപ്പെടുമ്പം ഉള്ള ഓഫീസ് എല്ലാം കയറി ജോലിക്ക് പോയി. ജോലിക്കല്ല, റെസ്യൂമെ എല്ലാം കൊടുത്ത് കഷ്ടപ്പെട്ട ഒരു ജോലി വാങ്ങി. അത് ശരിയാ, കമ്പനി പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഒരു ജോലി കൊടുത്തു. കാരണം എല്ലാം മനക്കണക്കാണ്. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ഗ്രാസ്പ് ചെയ്ത് മനുഷ്യനാന്ന് അവർക്ക് മനസ്സിലായപ്പോ അവര് ജോലി കൊടുത്തു. ജോലി കൊടുത്തതിന് ശേഷം ജോലി കിട്ടുന്നില്ല എന്ന വിഷമമായിരുന്നു. ജോലി കിട്ടിയപ്പോ ജോലി കിട്ടി എന്നുള്ള വിഷമമായി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അണ്ണൻ പെട്ടെന്ന് ജോലിക്ക് പോന്നു. നമ്മൾ വിചാരിച്ചു സെറ്റാണെന്ന്. ഒരു ദിവസം റീല് കണ്ടു, ഓഫീസിൽ പോയി പല്ല് വെക്കുന്നു. ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്ക് രാവിലെ സമയം കിട്ടൂല. അത് ശരിയാ 4 മണിക്ക് കിടന്നുറങ്ങിയുള്ള വേണ്ട വീഡിയോ എല്ലാം കണ്ടിട്ട് കിടന്നുറങ്ങിയിട്ട് 5 മണിയാകുമ്പോ എഴുന്നേച്ച് നീ പോകുന്നതല്ലേ. 9 മണിക്ക് പോകണ്ട ഓഫീസിൽ. ഇവന് ഇവിടെ ഇറങ്ങുന്നത് 6:45 7 മണിക്കാ. ഉള്ള ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് ബാഗിലിട്ട് സോപ്പും ഇട്ട് തോർത്ത് ജീപ്പും എല്ലാം എടുത്ത് ഓഫീസിൽ പോയി കുളിച്ചൊരുങ്ങി ജോലിക്ക് കയറുന്ന ഏക വ്യക്തി. ഡെഡിക്കേറ്റഡ് എംപ്ലോയി. ഇത് നമ്മുടെ പുതുമണവാളൻ. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യനെ നാട്ടിൽ കയറ്റി വിട്ടിട്ട് ദുബായിക്ക് കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഹണിമൂൺ ഒറ്റയ്ക്ക്. ഞാൻ കാണിച്ചല്ലോ വീഡിയോ. ഇതുവഴി വണ്ടി ഓടിച്ച് നടക്കുന്നു. പാവം ശരത്ത്. അവന് വയ്യാതെ കിടന്നുറങ്ങുക. അവനെ പറ്റി ഒന്നും പറയില്ല. വീഡിയോ നിർത്തിയിട്ട് അവനെ കുറ്റം പറയാം. അപ്പം ഇതാണ് നമ്മുടെ അജ്ഫാനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അജ്ഫാൻ ഇങ്ങനെയാണ്. പിന്നെ ആരും ഇവിടെ വന്ന് ജോലി ചെയ്തിരുന്നു എന്നൊക്കെ അജ്മാൻ പലപ്പോഴും പറയും. പക്ഷെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ തയ്യാറായവർക്ക് വരാം, ജോലി ചെയ്യാം. കഷ്ടപ്പെട്ട് ജീവിച്ച് സുഖം അനുഭവിക്കണം. അതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ വരാം, ജോലി ചെയ്യാം. ഇത് സോമണ്ണൻ ഇൻസ്ട്രുമെന്റേഷൻ കമ്പനി മാനേജറാണ്. മാനേജർ ആര് ജോലിക്ക് വന്നാലും പുള്ളി ഇന്റർവ്യൂ എടുത്തിട്ട് അവരെ പറഞ്ഞു വിടും, ജോലി കൊടുക്കത്തില്ല. എത്രയോ ആൾക്കാരുടെ പ്രാക്ക് വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പൊ അതങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് സോമണ്ണനെ പറ്റി പറയാനുള്ള കാര്യമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ അറിയോ? സോമണ്ണനെ പറ്റി പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. സോമണ്ണൻ ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചു. സോമണ്ണന്റെ പുതിയ ഫോണിൽ നിന്ന് കേട്ടോ, നമ്പറിൽ നിന്ന്. അതുകൊണ്ടാ നോക്കുക. അതുകൊണ്ടാ എന്നിട്ട് പറയട്ടെ, പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടേ, ഇല്ല വിഷമായാലോ. സോമണ്ണൻ എന്നെ വിളിച്ചു കേട്ടോ. സോമണ്ണന്റെ ഫുൾ നെയിം പറഞ്ഞേ? സോമു വള്ളിയപ്പൻ അല്ലേ? സോമു വള്ളിയപ്പൻ എന്നാണ്. അത് ഓൾറെഡി വിജയ് ഫാനാ. സോമണ്ണൻ എന്നെ ഒരു ദിവസം വിളിച്ചു കേട്ടോ. സോമണ്ണൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഹലോ ഐ എം കോളിംഗ് ഫ്രം ദുബായ് പോലീസ്. ഞാൻ പറഞ്ഞു ഓക്കെ, മൈ നെയിം ഇസ് വല്യപ്പൻ. അപ്പോഴാ മനസ്സിലായ സോമണ്ണനെ വിളിക്കുന്നത് ഫ്രം ദുബായ് പോലീസ്, വല്യപ്പൻ വിളിക്കുന്നത്. സോമണ്ണ ഒന്നുകൂടെ പറഞ്ഞു. ഒന്ന് വിളിച്ചേ, ദുബായ് പോലീസ്. ഇത് സോമണ്ണൻ കട്ട വിജയ് ഫാനാണ്. ഞങ്ങളുടെ മുതലാളിയുടെ പേര് താജിക്കാന്നാണ്. താജ് ബാംഗ്ലൂർ റെസ്റ്റോറന്റ്. ഈ വീഡിയോ എത്തുമ്പോ പറയും ആ റെസ്റ്റോറന്റ് എന്റെ. അത് ഞങ്ങളുടെ
ആ താജ് 1950. താജ് ഏജ് കേട്ടോ, താജ് ഏജ് 1950. ബർത്ത്ഡേ പറയത്തില്ല, ബർത്ത്ഡേ മന്ത് നമ്മളോട് പറയത്തില്ല, ദിവസം പറയത്തില്ല. അങ്ങനല്ല, ഞാൻ ഈ ഭൂമിയിലുണ്ട്, പക്ഷെ ഇക്ക ബർത്ത്ഡേ എന്നാ ഞാൻ ജനിച്ചിട്ടില്ല. അതാണ് താജ് ക്ലീനിങ് ഐറ്റം ഉണ്ട്. താജ് ഇപ്പൊ റെസ്റ്റോറന്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. താജിക്ക് വേണ്ടി ഞങ്ങൾ എന്തും കണ്ടുപിടിക്കും. ഇതുപോലൊക്കെ ബിൽഡിങ് നമ്മളവിടെ ഒക്കെ പണിത എന്ത് നല്ലതായിരുന്നല്ലേ? ഞാൻ പണിയുന്നുണ്ട് അല്ലേ ഇക്ക? അല്ല അല്ലേ അണ്ണാ? ഇതിപ്പോ ഷാർജ ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ബിൽഡിങ്? ബ്ലൂ ബിൽഡിംഗ്. വൈറ്റാ? പൊറോട്ട കടയിലാണ് വെയിറ്റ് ചെയ്ത് അല്ലേ? എന്ത് അന്ത വൈറ്റ് തന്നെ നാച്ചുറൽസിലാ? അത് അവിടെയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ കണ്ടിന്യൂഷനിലാട്ടോ സോമണ്ണൻ പണി ചെയ്യുന്നത്. ഇത് സോമണ്ണന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നത് നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ട്. ഇത് 17 ഇത് കിസൈസിൽ പോകുന്ന വഴിയല്ലേ അല്ലേ? നല്ല നല്ല സൂപ്പർ കേട്ടോ ഈ വഴി കാണാൻ. അണ്ണാ ഫോൺ ഒരു മാസത്തേക്ക് എനിക്ക് കടം തരുമോ? 4 വീഡിയോ എടുക്കാൻ വേണ്ടി. ഇത് 17 Pro Max ഒക്കെ ഇവിടെ നമ്മൾ എടുക്കുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒരു മാസം? എത്ര? 200? വേസ്റ്റ് തന്നെ. ദുബായ് ബോർഡറാണ്. ഈ പാലത്തിനപ്പുറം ഷാർജ, പാലത്തിനപ്പുറം 1 കിലോമീറ്റർ അല്ലേ? പോവാന്ന് ഞാൻ പറഞ്ഞതാ. ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞേ. കറക്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ വാതിക്കൽ എത്തിയപ്പോ പറയുക ഷാർജ ലുലുവിൽ വിലക്കുറവാ, ഷാർജയിൽ പോവാന്ന്. ആ റൗണ്ട് ബോട്ട് എടുത്ത് ഈ നട്ടപ്പുറ വെയിലത്ത് കറക്കിയിട്ട് അവൻ ഡയലോഗ് അടിക്കുന്ന കേട്ടില്ലേ? കുട്ടിക്കർ വിട്ട് ഇറങ്ങിയേക്കുവാ. സ്പൾബർ ഇരുന്ന് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് ആ പാലത്തിന്റെ നടുക്കുള്ള സ്ഥലം ആർക്കാ ഇപ്പൊ കൊടുക്കുന്നത്? പാലത്തിനപ്പുറമല്ലേ ഷാർജ? പാലത്തിനിപ്പുറം ഒന്നുകൂടെ പറ 100 ഐക്ക് വെച്ച് അണ്ണൻ പറഞ്ഞ കേട്ടോ. ഇവിടെ നിന്ന് ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. അണ്ണൻ പറഞ്ഞു കേട്ടോ, നമുക്ക് ഇത്രയും ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചിട്ട് നേരെ ദുബായ് കിസൈസ് ലുലു തന്നെ പോവാ. നേരത്തെ കണ്ട ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ പോവാന്ന്. ഇവിടെങ്ങും നാട്ടില് ഈട്ടാവട്ടത്തിട്ട് തിരിക്കുന്ന പോലെ തിരിക്കാൻ പറ്റത്തില്ല. തിരിച്ച് അന്നേരം ഇവിടെ അടി കിട്ടും. അടിയൊന്നുമില്ല, ഫൈനല്ലേ? എത്ര രൂപ ഫൈന്? വെറും ഒരു 5000 ദിറംസ് നമുക്ക് ഫൈൻ കിട്ടും. അത് ശരിയാ. മാനേജർ ഉണ്ടല്ലോ, ഒരു 2 ദിവസം ലീവ് കിട്ടിയാൽ മതി, അണ്ണൻ നാട്ടിൽ പോകും. വൈഫിനെയും പിള്ളേരെയും കാണാൻ. ഒരു സ്നേഹനിധിയായ കുടുംബനാഥനാണിത്. അണ്ണന് ജോലി എത്ര ദിവസം ഉണ്ടെന്ന് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ലീവ് എത്ര ദിവസം ഉണ്ടെന്ന് അറിയുന്നത്. ഒന്നുകൂടെ പറ, അതിന് കിട്ടിയില്ല. അല്ല, മൊഹറത്തിന് 1 ദിവസം ലീവ് ഉള്ളൂ. അതില് പോകാൻ പറ്റാത്ത മിനിമം 3 days എങ്കിലും കിട്ടിയാലേ എണ്ണം പോവുള്ളൂ. അല്ല, സിക്ക് ലീവ് പോയിട്ട് ഇപ്പൊ അവിടുത്തെ എംപ്ലോയീസിന്റെ സിക്ക് ലീവ് ഉള്ളി എടുത്തോണ്ടിരിക്കുക. മണ്ടൻ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചവനാണ് ഇവൻ. മണ്ടൻ തീരുമാനം ഈ വണ്ടിയിൽ ഇരുന്നിട്ട് വേർത്തു. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു? 39 ഡിഗ്രി ചൂട്. ആ ചൂടിലാണ് നമുക്കിവിടെ കുറച്ചേരം ഈ പാലത്തിന്റെ അടി കിടന്നാലോ? നല്ല തണുപ്പുണ്ട്.
നമുക്ക് ഇങ്ങനെ ഫോൺ തിരിച്ചു വെച്ച വീഡിയോ എടുക്കാം. അതിലും വേദം ഗോപ്രോ എടുത്താൽ മതിയായിരുന്നു. ഇത് ഷാർജ ബോർഡറിലുള്ള വീഡിയോ കേട്ടോ. റോഡ് വർക്ക്സ് ഇത് പണ്ട് തൊട്ട് 2015 തൊട്ട് നമ്മൾ ആ കുറ്റം പറഞ്ഞവൻ തന്നെ നമുക്ക് സ്ഥലം തന്നു കേട്ടോ. എന്ത് മനസ്സിലാക്കി? കർമ്മയല്ല ഒരുത്തൻ അല്ല, അവൻ തന്നതല്ല, അവന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചപ്പോ അവന് പറയില്ല. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൻ നമുക്ക് പറഞ്ഞു തന്നില്ലേ? ഇല്ല, അവന് വേറെ വഴിയില്ല. അവന്റെ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനെങ്ങനെ ചാടിപ്പോകാൻ പറ്റുമോ? എന്തായാലും സമ്മതിക്കത്തില്ലല്ലേ? അവൻ ഈഗോ ഹേർട്സ് ആയി. ഇവിടെ നീ ഒരു തെറ്റ് കാണിക്കാനായിട്ട് മുതിരുവോടാ? ഒറ്റ പ്രാവശ്യം മുതിരും, പിന്നെ ചെയ്തില്ല. ഒറ്റ പ്രാവശ്യം. ഇവിടെ എല്ലായിടത്തും ക്യാമറയാണല്ലോ. ഇനിയിപ്പോ നമ്മള് അൽഖാൻ അൽനാദ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അൽനാദയിൽ തന്നെയല്ലേ വന്നത്? സ്ഥലം നമ്മളിപ്പോ കിസൈസ് കറങ്ങി പോയി 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ട് ആ സ്ഥലത്ത് നമ്മള് പിന്നെ അല്ല ഞാൻ കഴിഞ്ഞിട്ടെ നമ്മൾ അൽനാദയിൽ വന്നു, കറങ്ങി തിരിഞ്ഞുള്ള ഷാർജ എല്ലാം കയറി വീണ്ടും അൽനാദയ്ക്ക് വന്നു. ആര് കാരണം? ഗ്രേറ്റ് അജ്ഫാൻ കാരണം, സോമണ്ണനല്ല, അജ്ഫാൻ കാരണം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അൽനാദയ്ക്ക് വന്നു. സ്ഥലം കാണാൻ പറ്റിയടാ, വല്ലാത്ത നോളജ് ആയിപ്പോയി. എന്തിനാ അവിടെ മുഴച്ചിരിക്കുന്നത്? മേൽഭാഗത്ത് ഡിസൈനാണ്. ഇതാ ലുലു, ഇതാണ് ലുലു. പക്ഷെ ഈ ലുലു നമ്മുടെ അവിടുത്തെ ലുലു ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. 1 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നടന്ന 10 മിനിറ്റ് കൊണ്ട് വരാവുന്ന സ്ഥാനത്ത് നടന്ന 10 മിനിറ്റ് കൊണ്ട് വരാവുന്ന ഞങ്ങൾ കാറിന് 1 മണിക്കൂർ എടുത്തിട്ട് കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് ലുലു ഷാർജയിൽ വന്നു. ദിസ് ഈസ് ഷാർജ. ഇതാണ് ലുലു. ആമാ ഇനി എന്റെ പാർക്കിംഗ് കണ്ടുപിടിക്കണമല്ലോ. പാർക്കിംഗ് കിട്ടിയോ? വന്നപ്പോഴേ അടിയൊക്കെ ഇടിച്ചു കേട്ടോ. വയലേറ്റേഴ്സ് വിൽ ബി ടോൾഡ്. ഇതിനകത്ത് വണ്ടി വന്നിട്ട് നമ്മളെ പൊക്കിയെടുത്തോണ്ട് പോകും. നമ്മൾ പാർക്കിംഗ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോ എങ്ങോട്ടാ? അങ്ങോട്ടാ പോണ്ടേ? ഇവിടോ? പുറത്ത് വെച്ച് 25 തീർപ്പാ. അല്ല, മറ്റിടത്തൊക്കെ 15 or 20 വേണ്ട. നമ്മുടെ അവിടെ ദുബായിൽ ആദ്യമേ സ്റ്റെയർ കയറിയിട്ട് പോയി അവിടെ നിൽക്കുന്നുണ്ട്. പൊന്നി റൈസ് എങ്കിരിക്ക പൊന്നി റൈസ്, ജീര സെല ബസുമതി റൈസ്, ജീരകശാല സുർത്തി കൊല്ലം റൈസാ. കൊല്ലമല്ല, കോലം റൈസ്. അതല്ല ഇഡലി ദോശ, ഇഡലി ലോങ് ബസുമതി, യഥാർത്ഥ തവിടരി, ഗോൾഡൻ റൈസ്, ബസുമതി റൈസ്. ഇതെല്ലാം ഈ റൈസ് വാങ്ങി നമ്മൾ പാടുപെടും കേട്ടോ. തഞ്ചാവൂർ പൊന്നിയാ എടുത്തോங்க. എവ്വളോ? 35. ഇതാ വാങ്ങണമോടാ? ഇത് ചിന്ന റൈസാ പെരു റൈസാ? അത് വേണ 10 കിലോ നിனைக்கிறேன். 5 വാങ്ങിക്കോങ്ങ. ഇതെടുത്തുக்கலாம். നമ്മളിന്ന് എടുത്തിരിക്കുന്ന റൈസ് തഞ്ചാവൂർ പൊന്നി റൈസാണ്. ജയ റൈസ് ഉണ്ട്, ഞങ്ങളുടെ ഇവിടെ ജയാൻറ്റി ഉണ്ട്. ജയാൻറ്റിയുടെ പേരിലുള്ള റൈസാണ്. ഇനി നമുക്ക് ദോശമാവ് എടുക്കാം. ദോശമാവ് ഏതെടുക്കണം? ആര്യ ദോശമാവുണ്ട്, ID ഉണ്ട്. 550. ഒന്നും കൂടെ എടുക്കണം. ഇത് ഫുള്ള് നെല്ലറ അങ്ങനെയുള്ള ഐറ്റങ്ങളാട്ടോ. ഹോൾ വീറ്റ്, ID പൊറോട്ട. ഇത് മറ്റേ കോയിൻ പൊറോട്ടയാണ്. മിനി മലബാർ പൊറോട്ടയാണ്. ഇതിനെത്ര? 595. അതിന് 595. ചപ്പാത്തി ഇല്ല, എടുക്കണം. சரவணா சப்பாத்தி இருக்குது. சரவணா சப்பாத்தி எடுக்கணுமா இந்த டைமில்? இல்லை நெல்லரா நல்லா இருக்கான்னு நினைக்கிறேன். ஐயோ അങ്ങനെയൊന്നും ഇല്ല. ദോശമാവ് ഏത് എടുക്കണോ? അത് എടുക്കണമോ ഇത് എടുക്കണം? ഏത് ദോശമാവ് ஏதெடுக்கணும்? கீராவா? கீராவா? அந்த மாதிரி எதுவும் இல்லையே. இதுவே எடுத்துக்கலாம். ID സെയിം, അതും സെയിം தான். അതും അത് എന്നത് നെല്ലറയാ? നെല്ലറ വേണം.
இந்த டைமே மாற்றி பிடிக்கலாம். ഇതുണ്ട് സെയിൽസ്മാൻ പോലെ വന്ന് നിൽക്കുക. ഐഡിയ കള്ള വിടുക. അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ടോ? കാശ് കൊടുത്തോ? ബില്ലില്ല കേട്ടോ, അത് വേറെ കഴിഞ്ഞ ആഴ്ചത്തെ ബില്ല് പോക്കറ്റ് വെച്ചോണ്ട് നടക്കുക. ഉണ്ട്, ഗതികേട്ടുണ്ട്. അത് ചപ്പാത്തിയാ. അതാ അതിനകത്ത് 10 தான் இருக்கு. இது சரவணைக்குள்ள 10 + 2 இருக்கு. 4.95. நெல்லரை எவ்வளோ? 5.50. சரி, அப்போ இது எடுத்துக்கலாம். 1 2 3 4. ഫിഷ് നല്ല സൂപ്പർ ഫിഷ് കേട്ടോ. ഐസിൽ വെച്ചേക്കുന്നുണ്ടാന്ന് തോന്നുന്നു. സീ ഫുഡ് കത്തിയ ഫിഷ് പെർ കിലോ 22 dirhams. സീ ഫുഡ് ഹോഴ്സ് മക്കറൽ. മാക്കറൽ എന്താണ്? വലിയ വലിയ മത്തിയാണ്. അറിയില്ല കേട്ടോ. 9.90 dirhams. പിന്നെ കണ്ടുലി ഫിഷ് ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു. 14 പോയിന്റ്. അങ്ങനെ ഗോൾഡൻ ത്രവാലി 32. മത്തി. ഇത് നമ്മുടെ നാട്ടിലെ സുൽത്താൻ ഇബ്രാഹിം കുഞ്ഞു മീനാണ്. കിളിമീൻ. അതിനകത്ത് ഇബ്രാഹിം എന്നൊക്കെ ഇവിടെ പേരിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. സാറ എന്നുള്ള ആരാ? ഇനി സാറ എന്നുള്ളവരെ നമ്മൾ സുൽത്താൻ ഇബ്രാഹിം എന്ന് വിളിച്ചാൽ മതി. മത്തി എങ്കിറക്കെ ഇത് നാടൻ മത്തി എടുക്കട്ടാ. ക്ലീൻ பண்ணி கொடுப்பீங்களா? அது கொடுக்கும். സാൽമൺ വേണമാ? 43. ഇതിന് നമുക്ക് 1 കിലോയ്ക്ക് വരുന്ന 11 dirhams ആണ്. 12 dirhams ടോട്ടൽ. ചിന്നത് വേണമോ പേരിച്ച് വേണമോ? ചിന്നത് സെയിം ഇതാ 11. ആ പെരുസ് പോന്നു. ദിസ് 1 kilo. Which the one, sir? Half. Online, sir. Take it as in 2 packets. So half kg, half in one, half in one. Norwin salmon തലയ്ക്ക് 18 dirhams. ക്ലീൻ பண்ணுவா. ക്ലീൻ ഇറ്റ്. ക്രാബ് ഉണ്ട്. അതിന് 34 dirhams കേട്ടോ. വാങ്ങിക്കളാം. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. F159. നീ എന്താ വാങ്ങണ്ടേ? ഇതെന്നത് സാമ്പാർ ഓൾറെഡി വെച്ചിരിക്കുക. മല്ലിയില വേണോ? കറിവേപ്പില വേണോ? മല്ലിയില വേണോ? പച്ചമുളക് വേണം. ഇല്ലേ, അത് നമ്മളൊന്നും தெரியாது. വീഡിയോയിൽ പറയുന്നത് ആരുടെ അതല്ല എന്തേന്ന്. யாரு வச்சிருப்பா? 2 ரூபாய்க்கு. இது என்ன? இது മല്ലിയാ? എടുത്ത് വെച്ചുക്കോങ്ങ. ആരോ എടുത്ത് വെച്ച സാധനം അടിച്ചു മാറ്റി. വെണ്ടയ്ക്ക വേണമാ? വേണമാ? ചിക്കനോട് ഭയങ്കര വില കൂടുതലോ? ലുലുവിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുകയാണ് നിലവിലെ കണ്ടീഷനിൽ ലാഭം. എനിക്ക് തോന്നുന്നു 12 dirhams. 12 dirhamsനാണ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ 16 dirhams ഉള്ളൂ. 16.60. ബോക്സിൽ ചിക്കൻ മേടിക്കും. ബോക്സിൽ ചിക്കൻ വെച്ചാലും അത് കട്ടിയല്ലേ? അതിപ്പോ ഇവരെ കൊണ്ട് കട്ടി പിടിക്കാനാ നോക്കി. ഫ്രഷ് ചിക്കന് അലീൻ ചിക്കൻ 27 dirhams. അത് ഞാൻ പറട്ടെ ടിറ്റോ, ഇത് 800 ഗ്രാമിനാ 16 dirham. നമ്മളെ പറ്റിക്കാൻ നോക്കി. അത് അവര് വെയിറ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് പ്രൈസ് ഇടുള്ളൂ. അതിന്റെ ടിറ്റോ ആദ്യമായിട്ട് മറ്റേ മാർക്കറ്റ് ചെയ്യുന്നവര് കാണിക്കില്ല ട്ടോ.
വെയിറ്റ് ചെക്ക് ചെയ്ത് പ്രൈസ് ഇടും. ഇത് വെച്ച അട്ടപ്പാടി ഇല്ലോ ലുലുമാൾ അപ്പോത്തിന് ഒറ്റക്ക് വാങ്ങിയാ മതി. വെറും 36 രൂപ. നമ്മുടെ കാശുകാർ നമ്മുടെ കൂടെ ഉണ്ട്. അതെ. ബാങ്ക് കിട്ടി. ഡിയർ വാല്യൂഡ് കസ്റ്റമേഴ്സ്, റെഫ്രിജറേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസിങ് കേട്ടോ. ഇത് വാങ്ങിയിട്ട് എന്താ ഫ്രിഡ്ജ് കൂടെ കെട്ടിക്കൊണ്ട് വരണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ കൊണ്ടുവെക്കാൻ. ദൂരെ പോയി വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ പാടല്ലേ, എനിക്ക് മനസ്സിലായില്ല. ഫ്രിഡ്ജ് കൂടെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുട്ടയുടെ സെഷനിൽ വന്നു. ഇവിടെ വന്നപ്പം ഞങ്ങൾ നോക്കുന്ന അതില്ല. ഫുള്ള് പാകിസ്ഥാൻ മുട്ടയും ഒമാൻ മുട്ടയൊക്കെയാണ്. ഒമാനിലെ ഒരുത്തനോട് ചോദിച്ചപ്പോൾ അവൻ പറയാം ഒമാനിലെ മുട്ട അടിപൊളിയാണെന്നൊന്നും അറിയത്തില്ല. എന്തൊരു ഒമാനിയാന്ന് ചോദിക്കുന്നത്. ഇതുവാ. അങ്ങനെ ഞങ്ങൾ അൽ തമാം മുട്ട, അത് ഇന്ത്യനാ, മെയ്ഡ് ഇൻ ഇന്ത്യ. അൽ തമാം എനക്കും വേണം മുട്ട. ഉണ്ടോ? ഞങ്ങൾ പ്രോസസ്ഡ് ജ്യൂസ്. ഇതിപ്പോൾ രണ്ടാമത്തെ കേട്ടോ അജ്ഫാൻ അടിക്കുന്നത്. ഉണ്ടോ? പൈസ കൊടുത്തോ? ബില്ല് കയ്യിലുണ്ട്. മറ്റേതിൻ്റെ പൈസ കൊടുത്തോ? ആഹാ, എന്താ കളർ രസം. അങ്ങനെ ഞങ്ങൾ മീൻ കിട്ടി, ചിക്കൻ കിട്ടി. ഇതോ? ഇത് കരിക്കൊന്നുമല്ല, സ്മോക്ഡ് ചിക്കൻ ബ്രസ്റ്റ്. ബീഫിന്റെ ഫാറ്റാ വേണ്ടത്. തേങ്ങയാണോ ഒരു നല്ല വില കേട്ടോ. 62 ദിറംസൊക്കെ. 62.90 നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വാങ്ങിക്കല അതല്ല, ഇங்கே சாப்பிட்டு போடலாமே. ആഹാ, പൊരിച്ച ചിക്കൻ കണ്ടോ? 18.90. ഇതിനാണ് അവിടെ 16.90 മേടിച്ചത് അപ്പുറത്ത്. അങ്ങനെ ഞങ്ങൾ പപ്സും മേടിച്ചു. പിന്നെന്ത് മേടിച്ചു? ചിക്കൻ എന്താ? പ്രിയ റോള്. എന്ത് 3.50. മിലോ ക്രീം ഡബിൾ ഇമ്പാക്റ്റ്. ഇതൊക്കെ എന്തുവാ? ദൈവത്തിനറിയാം. ചെറി ഡാനിഷ്, മിക്സഡ് ഫ്രൂട്ട് ഡാനിഷ് വേണം. വോൾവോ ഡ്രൈവർ പൊളിബർ. ഭാര്യയോട് സംസാരിക്കാണോ അതോ ശരത്തിനോട് സംസാരിക്കാണോ? ഇല്ല 1 മന്താ മിനിമം. അത് നിക്കാൻ പ്രശ്നമൊന്നുമില്ല. പോലീസ് പിടിക്കുമ്പോ അതുവരെ നിക്കാം. 1 വർഷം വരെയൊക്കെ നിക്കാന്ന്. എവിടെ കൊണ്ടിടാനാ? മെസ്സിലോട്ട് എങ്ങനെ ചെലവ് കുറച്ച് ഫുഡ് വാങ്ങിക്കാം എന്നതിൽ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടിറ്റോ. നമുക്ക് എങ്ങനെ ചെറിയ ചെലവിൽ ഹൈഫൈ മെസ് നടത്താന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. പക്ഷെ ഹൈഫൈ ഒന്നും ഞങ്ങൾ അവിടെ കാണാറില്ല. ഓ, വീഡിയോ നോക്കിയപ്പോ കണ്ട് എല്ലാം എടുത്തിരുന്നുണ്ട്. ഇനി വീഡിയോ ഓഫ് ആക്കി എല്ലാം തിരിച്ചു കയറ്റിട്ടോ. വെളുത്തുള്ളി ഒന്നും ഞങ്ങൾ കറിയിൽ കാണാറില്ലല്ലോ. അതാ പറഞ്ഞത്. അല്ല, വെളുത്തുള്ളി ഇല്ലായിരുന്നു സത്യത്തിൽ. ഇന്ന് രാവിലെ സാമ്പാർ ഉണ്ടാക്കിയത് വെളുത്തുള്ളി ഇല്ലാതെ. ചെന്നിട്ട് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് വെളുത്തുള്ളി. ദിസ് ഈസ് യാസീൻ ഫ്രം ഒമാൻ. പുതുമണവാളം ഇപ്പൊ ഏകദേശം 5ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. പക്ഷെ ചെക്കൻ ഇപ്പോഴും കല്യാണം കഴിച്ച് പൂതി തീർന്നിട്ടില്ലാന്നാ പറഞ്ഞത്. ഒരു കല്യാണത്തിനും കൂടെ ഒരുക്കമാണെന്നാ പറയുന്നത്. അതിനാണ് കല്യാണം കഴിച്ച് 2ാമത്തെ ദിവസം തന്നെ ഭാര്യനെ നാട്ടിൽ കയറ്റി വിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ല. അതെ. ഭാര്യയുടെ വിചാരം എന്താ? എന്നോട് സ്നേഹമുള്ള ഭർത്താവ് എന്നെ യാത്രക്കൊക്കെ വിടുന്നു. നെല്ലറ ബാറ്റർ ദോശ ഉണ്ട്, ദോശമാവ്. ഇത് വേണമോ അത് വേണമോ? ഐഡിയ എടുത്തോ. എന്താ അതിപ്പോ വേണ്ട. ഫ്രണ്ട് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് അടിച്ചു മാറ്റുന്നു. എനിക്ക് വേണ്ട.
കള്ളം ഇടുക, അത് അടിച്ചു മാറ്റിയിട്ട് എനിക്ക് തരുന്നു തിൻ്റെ. നല്ല അടിപൊളി വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എത്ര? 16.95 വെണ്ടയ്ക്ക. ഈ ചെറിയ പയർ വേണം? വേണ്ട. ഹായ്. പയർ നല്ല പയർ കേട്ടോ. പയറിന് 15.95 എന്നാ അതിനത്? ആ മുളകാ. ഇന്ത്യൻ മുളക് 16.65. 12. ഇവിടെ ഫ്രൂട്ട്സിന്റെ സെഷനാണ് കേട്ടോ. അങ്ങനെ ലുലുവിലെ പർച്ചേസിങ് കഴിഞ്ഞ് വഴിനടുക്ക് നിന്ന് തിന്നിട്ട് വീട്ടിലോട്ട് ഫോണും ചെയ്ത് അങ്ങനെ ഞാൻ ഭയങ്കര നിർബന്ധിച്ചുകൊണ്ട് തിന്നാ കേട്ടോ, അല്ലെങ്കിൽ അവൻ കഴിക്കത്തേ ഇല്ല. അങ്ങനെ ഇവിടെ കാണിച്ച സാധനങ്ങളെല്ലാം ഡിക്കിയിലെടുത്ത് വെച്ച് ഇനി ഇവിടുന്ന് ഞങ്ങൾ പോവാണ്. അങ്ങനെ പാർക്കിങ് കുറേ നേരത്തിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് അടിയിടിക്കാതെ അടിയിടിച്ചു. അധിക സാഹസികമായി നമ്മൾ അൽ മുസൂൺ ടവറിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് തിരിച്ചു പോകണം. അൽ ഷാം അഡ്വർടൈസിങ് ഗിഫ്റ്റ് സപ്ലൈ. ഇവിടെ ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്കൂടെ തലാപത്ത് കയറി പോന്നു. ഈ കിസൈസ് ഏരിയ മുഴുവൻ ഇങ്ങനത്തെ വെയർ ഹൗസുകൾ. നിങ്ങൾ മേടിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്, നൈറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ. എന്നിട്ട് വേണം നമുക്ക് എന്നോട് തന്നെ സജസ്റ്റ് ചെയ്യാൻ. അഡ്വർടൈസ്മെന്റ് ഇതെടുത്തോ? ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, ലൈസൻസ് ഒക്കെ എടുത്തോ? പിന്നെ ഇവിടെ അഡ്വർടൈസ്മെന്റ് ലൈസൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലോ? നീ എന്നെ ഇൻസ്റ്റാഗ്രാം പോയി നോക്ക്, ഇവിടെ ലൈസൻസ് കിടപ്പുണ്ടോന്ന്. നമ്പർ ഉണ്ട്. എത്ര രൂപ? 1000. 1500 dirhams അങ്ങാണ്ട് കൊടുക്കണം ഇതിന് ലൈസൻസ് എടുക്കാൻ. ഇവിടെ ആഡ് നമ്പറോ? എന്താന്ന് പോലും അറിയില്ല. നമ്പർ വേണോ? നമ്പർ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് വിത്ത് 700 955208 57662 ഒരു 2 നമ്പർ 04. അങ്ങനെ രജിസ്റ്റർ നമ്പർ ഒക്കെ നമ്മൾ അതിന്റെ 10-12 നമ്പർ അവർ കൊടുക്കും. 5502 5506 ക്യാപിറ്റൽ ഇരിക്കേ AD711 அதுதான் நான் ஸ்டார்ட் பண்ணேன். எங்களுக்கே தெரியாது, சும்மா சொல்றேன், நீ ரெக்கார்டிங் திரும்பி கேட்கணுமே அந்த നമ്പർക്ക്. ഇവിടെയാ ഞാൻ മറ്റേ ഈ ക്ലാസ്സിന് എല്ലാം മോഡിഫൈഡ് ക്ലാസ്സിന് വന്നത് കേട്ടോ. ഇൻഡസ്ട്രിയൽ 3-ലായിരുന്നു ഞാൻ പണ്ട് ഇവിടെ ജോലി ചെയ്ത്. അത് കഴിഞ്ഞ് നേരെ ഉമ്മൽക്കോയിനി പോയി കഴിഞ്ഞപ്പം അവിടെ നല്ല സുഖം. എന്താണെന്നറിയോ, അവിടെ നല്ല മണൽത്തരികൾ മാത്രമേ ഉണ്ടായിരുന്നു. അതും ചൂട് സമയത്ത് എങ്ങനെ ചുട്ടുപൊള്ളുന്ന സമയത്ത് ഇന്നെനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ ഒരു 50 ഡിഗ്രി ചൂടൊക്കെ പോകട്ടെ. ഒമാനിൽ 50 ഡിഗ്രി ആയി. ഇവിടെ 39 ഡിഗ്രിയാണ് ഇന്ന് ചൂട്. ഒമാനിലൊക്കെ 50 ഡിഗ്രി ചൂടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ബൈക്കാരനായി ഇടയ്ക്കൂടെ അടിയിച്ച് കയറി പോകുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിയാ വണ്ടി ബൈക്ക് അപ്പിയെല്ലാം പോകാൻ മുടിയാത്. നമ്മള് ഭയങ്കര ലോങ് എടുത്തോണ്ട് വരുന്നത് ഇതുകൊണ്ടോ. നമ്മള് സ്ഥലം എവിടെയാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണം. മാപ്പ് കാണിച്ചിട്ട് സ്പൾബർഗ് വരുമ്പോ നാട് മൊത്തം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തരം പ്രശ്നം ഇത് അല്ലേ. നല്ല കേട്ടോ തണല് ചെടികള്.
പ്രോപ്പർ ആയിട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നല്ല സുഖമുണ്ടാവും. ബിൽഡ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ടണലിന് വേണ്ടിയാണോ ബോർഡറിന് വേണ്ടിയാണോ ഇത് നടന്നതെന്ന് അറിയില്ല. എന്നാലും ടണലിന് വേണ്ടിട്ടാകുമ്പോ എന്താ ബോർഡർ വന്നതാണ് കഷ്ടമായത്. ബോർഡർ ചാടാൻ പറ്റത്തില്ല വണ്ടിയായിട്ട്. പള്ളിക്കഥകളുമായിട്ട് സ്പൾബർഗ് ഇറങ്ങിയിരിക്കുകയാണ്. സ്പൾബർഗ് ഇത് നമ്മൾ വന്നു, കിസൈസിൽ വന്നു. നമ്മൾ ആദ്യം പോയത് ഈ പാലം അങ്ങോട്ട് കവർ ചെയ്തിട്ടാ. ഏതാ ഇവിടുന്ന് സ്ട്രെയിറ്റാ നമ്മള് പോയേ. ഇപ്പൊ നമ്മള് കിസൈസിനകത്ത് വന്നു. വളരെ അതിസാഹസികമായി എടുത്തതാണ്. അതിന്റെ ഇടയ്ക്ക് സോമണ്ണന്റെ ആ കണ്ണ് വെച്ചൊരു നോട്ടം വീഡിയോയില് ഇങ്ങനെ തുളുങ്ങ സോണ എക്സ്പീരിയൻസ് അതിന്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ട് വെച്ചേക്കാം വീഡിയോ എടുക്കുമ്പോ. ലജ്ജയാന്ന്. വോളിയം കുറയ്ക്കത്തില്ല എന്നാലും. ഇത് ഷാർജയുടെ ബോർഡർ കേട്ടോ, ഷാർജ ദുബായ് ബോർഡർ ഉണ്ടോ. ഈ മുള്ളുവേലി കടന്ന് അപ്പുറത്ത് പോയാൽ ദുബായ്, ഇപ്പുറത്തെ ഷാർജ, അപ്പുറത്ത് ദുബായ്, ഇപ്പുറത്തെ ഷാർജ, അപ്പുറത്ത് ദുബായ്, ഇപ്പുറത്തെ ഷാർജ. എങ്ങനെയുണ്ട്? ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ദുബായിൽ ചെന്നിറങ്ങും. ഇവിടെ സാലിക്ക നല്ല ക്യാമറയാണ്. നമ്മൾ ദുബായ്, ഇപ്പം നമ്മൾ ഷാർജക്കാരനാണ്. പാലം കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു ദുബായ്ക്കാരനാവും. അതിൻ്റെ ഇടയ്ക്കാണ് FM റേഡിയോ പാട്ടും വെച്ചോണ്ടിരിക്കുന്നത്. മലയാള FM എപ്പോഴും ഉണ്ടല്ലോ. അണ്ണൻ ഇവിടെ നിന്ന് സ്പൾബർഗ് ഇരുന്ന് ട്യൂണിങ്ങാ. അപ്പൊ നമ്മുടെ സഹാറ സെന്റർ ഇവിടെ. നമ്മൾ ഇതുവഴിയൊക്കെ കറങ്ങി അങ്ങോട്ട് പോയേ. കറങ്ങി തിരിഞ്ഞ് ഇതുവഴി പോയിട്ട് അൽനാദയിൽ തന്നെ തിരിച്ചെത്തി. നമ്മള് വീണ്ടും നാണ്ട് അൽനാദ വണ്ടിയിലേക്ക് തിരിച്ചെത്തുന്നു. ശരത് വണ്ടി പോലും പോയത് അറിഞ്ഞ് കാണത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് മുറിച്ച് കിടക്കാൻ ഒറ്റ ചാട്ടമാണ്. ഇത് കണ്ടോ, ഇവിടെ മേൽപ്പാലമൊക്കെ ഉണ്ട്. അതിൽ കൂടെ മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ഷാർജയിൽ നിന്ന് ദുബായിൽ വന്നു. അപ്പുറത്തെ സഹാറ സെന്ററിൽ നിന്ന് ഇപ്പുറത്തെ സഹാറ സെന്ററിലെത്തി. അല്ല, അപ്പുറത്തെ സഹാറ സെന്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഇത് കണ്ടോ, സഹാറ സെന്റർ മുള്ളുവേലി ഉണ്ടോ, അതിനപ്പുറമാണ് ഷാർജ. ഇത് ദുബായ്, ഷാർജ. ഇത് ദുബായ് നെസ്റ്റോ. ഇവിടെ ദുബായ് നെസ്റ്റോയും ഷാർജ സഹാറ സെന്ററും അപ്പുറത്തും ഇപ്പുറത്തും സഹോദരങ്ങളെ പോലെ നിൽക്കുന്നുണ്ടോ. നമുക്ക് നേരെയാണ്, നമുക്ക് നേരെയാ പോകണം. ഇത് കണ്ടോ, നൂണും തലാപത്ത് ബൈക്കും ഒരുമിച്ച് പോകുന്നത്. ഈ ചൂടത്ത് വണ്ടി ഓടിക്കുന്ന സമ്മതിക്കണം കേട്ടോ. എന്ത് കഷ്ടമായിരിക്കും അല്ലേ, അല്ലേ? ജീവിക്കാൻ വേണ്ടിയുള്ള കൊമാരിയോ എന്തോ വല്ല വണ്ടി കച്ചവടമായിരിക്കും. അല്ല, റൊമാരിയോ എന്നാ കേട്ടോ, കൊമാരിയോ എന്നല്ല. അങ്ങനെ ഞങ്ങൾ ഒരു വഴിയാ വീട്ടുക്ക് വന്നോ. 1.5 കിലോമീറ്റർ இருக்கிற டைம்ல வந்து நம்ம 9 കിലോമീറ്റർ சுத்தி லுலுக்கு போய் திருப்பி 1.5 കറങ്ങി തിരിഞ്ഞ് സായന്തരം ടൈമിൽ എന്റർടൈൻമെന്റ് കൊഞ്ചം എൻജോയ് പണല്ലോ. വെയിലിൽ വിട്ടിട്ട് സൂപ്പർ ആയിട്ട് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് സ്പൾബർഗ്. ഐഡിയ റൂമിൽ നിന്ന് ഇറങ്ങിയ 10 മിനിറ്റ് വെയിറ്റ് ആയിട്ട് അതും പൈസ വഴിയും തെറ്റിച്ച്. അതങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എടാ എത്തിയോ, ഞാൻ വന്നോണ്ടിരിക്കുക എവിടാ, ഞാൻ റൂമില് വന്നോണ്ടിരിക്കുക. അങ്ങനെയാണ്. അപ്പൊ ഇനി ഞങ്ങളുടെ ലുലു ഷോപ്പിംഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീക്കിലേക്ക് ഒരു ചെറിയ പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ദിവസം പുതിയ പർച്ചേസുമായിട്ട് ഞങ്ങൾ വരും. ഇങ്ങനെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പുറത്ത് അപൂർവമാണ് പർച്ചേസ് എല്ലാം ഫ്രീ ആയിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
തെറി മാത്രം കമന്റ് ഇടാതിരിക്കുക. ഷോർട്ട് റീൽസ് ഒരു യൂട്യൂബ് വീഡിയോ. അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഞങ്ങൾ ഓരോരുത്തർക്ക് പുറത്തു പോകുന്നതായിരിക്കും. ഇവര് നമ്മളെ കൊണ്ടുപോയാൽ നമ്മൾ പുറത്തു പോകും, വീഡിയോ ഇടും. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാകട്ടോ, അത് കാരണം നമുക്ക് എപ്പോഴും പുറത്തു പോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷേ മടിയാണ്. എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, ഹാർഡ് കൂപ്പ്. ഇവിടെയും സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. നല്ല സ്പീഡിലാണ്. ബക്കർ പോയി ഇവിടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, വിലക്കുറവാണ്. ഇവിടെ എവിടെയെങ്കിലും തള്ളത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം. ലൈഫ് ഫാർമസി ബിൽഡിംഗ് അങ്ങനെ ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് നല്ല വണ്ടി കേട്ടോ, എനിക്ക് എടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള വണ്ടിയാണ്. ചെറ്റോറിന് വണ്ടിയാണ്. ഇവിടെ എവിടെയെങ്കിലും കയറ്റിയാൽ പോരെ? അതും മതി, നമ്മുടെ സൈഡിൽ കിട്ടിയാലോ. അപ്പം ബൈ ബൈ. ഇന്നത്തെ ഇത്രയും വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും വണക്കം, ബൈ ബൈ. ആ ഒരു ചിരി കണ്ടു.